ഇപ്പം മിക്ക ആൾക്കാരും ഇമോഷണലി സ്ലേവ് ആണ്. അവർക്ക് അവരുടെ ഓൺ ഇമോഷൻ പോലും കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല ഇപ്പോഴത്തെ ഈ സൊസൈറ്റിക്ക്. ബട്ട് ഒരു വാരിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ ഇമോഷൻ അവനെ കൺട്രോൾ ചെയ്യുന്ന മുന്നേ തന്നെ അവൻ ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യും. സോ ഇറ്റ്സ് മീ അലൻ, ലെറ്റ്സ് ഹാവ് സം റിയൽ ടോക്സ്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പീപ്പിൾസ് ഫുള്ള് വീക്കർ ആവുന്നത്? അതിനു മുന്നേ ഒരു കോട്ട് പറഞ്ഞുതരാം. ടഫ് ടൈംസ് ക്രിയേറ്റ് ഹാർഡ് മാൻ, ഈസി ടൈംസ് ക്രിയേറ്റ് വീക്ക് മാൻ. ഇപ്പം മിക്ക ആൾക്കാരും ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ ജീവിക്കണത്. സോഫ്റ്റ് മ്യൂസിക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ബെഡ്, അതുപോലെ തന്നെ ഒരു പ്രഷറും ഒരു റിസ്ക്കും ഇല്ലാത്ത റിസ്ക് ഫ്രീ ആയിട്ടുള്ള ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മിക്കവരും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സാ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസാ ഫ്രണ്ട്സാ ഇവരാരും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോലുള്ള. ബട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യം. അതിൽ ഫസ്റ്റ് വൺ, ബ്രീത്ത് ബിഫോർ യു ആക്ട്. നിങ്ങളുടെ ആങ്കറും ഇമോഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ നല്ലോണം ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രിഗറായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് ശ്രദ്ധിച്ചറിയാം. ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും, അതോടൊപ്പം ഭയങ്കര വീക്കറും ആയിരിക്കും. ഇതെല്ലാവർക്കും റിലേറ്റബിൾ ആയ കാര്യം കൂടി ആയിരിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ വി ക്യാൻ ഈസിലി കൺട്രോൾ അവർ ഓൺ ഇമോഷൻ. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇൻഹെയിലും എക്സെയിലും നല്ല ഫാസ്റ്റർ ആയിരിക്കും, അതോടൊപ്പം തന്നെ നല്ല വീക്കറും ആയിരിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല പേഷ്യൻസോടുകൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇനി ലൈഫിൽ ഈ ഒരു ട്രിഗേർഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ദി സെക്കൻഡ് വൺ, ടേൺ യുവർ ഇമോഷൻസ് ഇൻ ടു ഫയർ. ഒരിക്കലും നമ്മുടെ ഇമോഷൻസും ആങ്കറും ബെഡിൽ കിടന്ന് കരഞ്ഞ് തീർക്കരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി കരഞ്ഞ് തീർക്കരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മുടെ ഇമോഷൻസ് ഒന്നെങ്കിൽ ജിമ്മിൽ കൊണ്ടുപോയിട്ട് തീർത്ത് നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ ഇട്ട് നോക്ക്. അപ്പോൾ അറിയാൻ പറ്റും ആ ഒരു ഇമോഷൻസ് പവറായിട്ട് മാറുന്നത്. ഒരു കോട്ട് ഞാൻ പറഞ്ഞുതരാം. ദി വേൾഡ് ഗിവ് യു പെയിൻ, എ വാരിയർ ടേൺ ഇറ്റ് ഇൻ ടു പവർ. സോ ടേൺ യുവർ ഈഗോ ഇൻ ടു പവർ. സോ ദി ലാസ്റ്റ് പോയിന്റ്, ഫേസ് യുവർ ഫിയർ അഗെയിൻ ആൻഡ് അഗെയിൻ. നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ ഫിയറിൽ നിന്നും ഇമോഷൻസിൽ നിന്നും നിങ്ങൾ എസ്കേപ്പ് ആകാൻ നോക്കുന്നത് അത്രത്തോളം അത് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും മാക്സിമം ഫിയർ അവോയ്ഡ് ചെയ്യാനേ നോക്കുള്ളൂ ലൈഫിൽ നിന്ന്, അല്ലേ? ബട്ട് ഇതൊരിക്കലും ഫിയർ മാറ്റാനുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതായത് നമ്മളെപ്പോഴും ഫിയർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇമോഷനിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തോട്ട് വരും. നമ്മൾ ഡേഞ്ചർ സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഇത് ഫിയർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു, അങ്ങനത്തെ ഒരു തോട്ട് എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിൽ വരും. അതേസമയം നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനത്തെ സിഗ്നൽ റീവയർഡ് ആവും. അതായത് ഇത് നമ്മൾ ഉദ്ദേശിച്ച അത്ര ഡേഞ്ചർ അല്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ സർവൈവ് ആയി, എനിക്ക് ഇതുകൊണ്ടൊരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, സോ അത് ഇനിയും നമ്മൾ ചെയ്യാണ്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിയർ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ലൈഫിൽ ഫിയർഡ് സിറ്റുവേഷൻസും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെൻ്റൽ ടഫ്നെസ് അവിടെ പതിയെ പതിയെ ബിൽഡായി വരും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇമോഷൻസും ഫിയേഴ്സും നമുക്ക് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 പോയിന്റ്സും നിങ്ങൾ ലൈഫിൽ ട്രിഗേർഡ് ആയിട്ടിരിക്കുന്ന ആ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല ഫിയർ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻസ്, ആ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇനി നമ്മുടെ ലൈഫിൽ ഫിയർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ഫിയറിനെ കൺട്രോൾ ചെയ്യാണ്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ.